കണ്ണൂരിലെ രാഷ്ട്രീയ അന്തരീക്ഷം വീണ്ടും കലുഷിതമായിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ബിദുൽ ബാലിന്റെ വീടിന് നേരെ നടന്ന ബോംബേറ് അതീവ ഗൗരവത്തോടെയാണ് ജനാധിപത്യ സമൂഹം നോക്കിക്കാണുന്നത്. ഇതൊരു പ്രതീക്ഷിക്കണ്ടല്ലേ ഫ്രണ്ട് ക്യാമറ ഈ സംഭവത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയ കണ്ണൂർ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് പോലീസിനും സർക്കാരിനുമെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. രാത്രിയുടെ മറവിൽ ജനവാസ മേഖലയിൽ ബോംബെറിഞ്ഞ് ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് ക്രിമിനൽ രാഷ്ട്രീയത്തിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിന്റെ പേരിൽ പാർട്ടി ഓഫീസ്, കോൺഗ്രസിന്റെ ഓഫീസുകൾ തകർത്തുകൊണ്ടിരിക്കുക. എന്തെല്ലാം സമരങ്ങൾ DYFIയും SFIയും ഒക്കെ നടത്തിയിട്ടുണ്ട്. ആ സമരങ്ങളൊക്കെ നടത്തുമ്പോൾ അതൊക്കെ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ, യുവജന സംഘടനയുടെ അവകാശമാണ് എന്ന് ധരിച്ചിരുന്നവരാണ് അന്നത്തെ മന്ത്രിമാർ. സമരം നടത്തണ്ടെന്ന് എവിടെയും എന്ന് പറഞ്ഞിട്ടില്ല. സമരങ്ങൾ നടത്തണം, സമരം നടത്തി തളർന്നു വളർന്നു വന്നവരാണ് യുവജന പ്രസ്ഥാനങ്ങൾ. അതുകൊണ്ട് സമരം നടത്തണ്ട എന്നും ആരും എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ നടക്കുന്നത് സമരമല്ല, സമരാഭാസങ്ങളാണ്, ഈ അക്രമങ്ങളാണ് നടത്തുന്നത്. അത്തരം അക്രമങ്ങളെ ശക്തിയുക്തമായി ഇനി നേരിടും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത് നിയമപരമായി നേരിടും. ഞങ്ങൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഇവിടെ എടുത്തിരിക്കുന്ന ഈ വധശ്രമത്തിനുള്ള കേസ്, അത് കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥയുടെ നിഷ്പക്ഷതയെ ചോദ്യം ചെയ്യുന്നതാണ്. ഒരു കാരണവശാലും അത് അനുവദിച്ചു കൊടുക്കില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം കേസെടുത്ത ഉദ്യോഗസ്ഥർ യാതൊരു തെളിവുമില്ലാതെ കള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് കൊല്ലടാ എന്ന് ആക്രോശിച്ചുകൊണ്ട് എന്ന് എഴുതി വെച്ചിരിക്കുന്നു. എവിടെ, ആരെ വിളിച്ചു? ഈ 4 പേരെയും നിങ്ങൾ പോലീസ് തന്നെയാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അവരെവിടെ വിളിച്ചു? 10-50ഓളം പോലീസുകാരുടെ സാന്നിധ്യത്തിൽ. അപ്പൊ അത്തരം ഒരു കേസ്, വധശ്രമത്തിന് പേര് വധശ്രമം ചുമത്തിക്കൊണ്ട് കേസെടുത്തിട്ടുണ്ട് എങ്കിൽ ആ കേസെടുത്ത പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്കും അതുപോലെ തന്നെ ഹൈക്കോടതിയിലും കേസ് കൊടുക്കും. ഒരു സംശയവും. കാരണം അത് കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥ തകർക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഒരു സംഭവമില്ലാതെ ഒരു മന്ത്രിയുടെ അടുത്തേക്ക് പോലും എത്താത്തൊരു കേസ്, കരിങ്കൊടി മാത്രം കുട്ടികളുടെ കയ്യിലുള്ളപ്പോൾ ഇത്തരം ഒരു ചാർജ് ഷീറ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥയെ തകർക്കുന്ന ഒരു സംഭവമാണ്. അത് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥരെ, അവർക്കെതിരെ നടപടിയെടുക്കുന്നവരെ, അവരെ ശിക്ഷ കഴിക്കുന്നവരെ നമ്മൾ മുന്നോട്ട് പോകും. അത് മാത്രമല്ല, പോലീസ് ഉദ്യോഗസ്ഥനായ ആ ഗൺമാൻ ഇല്ലാത്ത റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണം. ഇത്തരം കാര്യങ്ങൾ നമ്മൾ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്കും ഹൈക്കോടതിയിലും കേസ് കൊടുത്തുകൊണ്ട് ഈ കുറ്റക്കാരെ, ഇവിടെ ക്രിമിനലുകളായിട്ട് വന്നിരിക്കുന്നത് ഈ ഗൺമാൻ ഉൾപ്പെടെയുള്ളവരാണ്. പാവപ്പെട്ട 5 കുട്ടികളെ വധശ്രമത്തിന് ശിക്ഷിക്കാൻ വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ അത്തരക്കാർക്കെതിരെയാണ് ഇവിടെ ശിക്ഷ കൊടുക്കേണ്ടതായിട്ടുള്ളത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഈ കള്ളക്കേസ് ഉണ്ടാക്കിയ, ഒരു കാരണവശാലും നിലനിൽക്കാത്ത ഈ കേസെടുത്ത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും അതിന് മൊഴി കൊടുത്ത, പരാതി കൊടുത്ത പോലീസുകാരനായ ഗൺമാനെതിരെയും
ഞങ്ങൾ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. അവർക്ക് തക്കതായ ശിക്ഷ നമ്മൾ മേടിച്ചു കൊടുക്കും. ഏതറ്റം വരെ അക്കാര്യത്തിൽ നമ്മൾ പോകും. ഇതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. കോൺഗ്രസ് പ്രവർത്തകരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട പോലീസ് അക്രമികളെ പിടികൂടുന്നതിന് പകരം പ്രതിഷേധിക്കുന്നവരെ വേട്ടയാടാനാണ് ശ്രമിക്കുന്നത്. സമാധാനപരമായി പ്രതിഷേധിച്ച കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള കടുത്ത വകുപ്പുകൾ ചുമത്തി കേസെടുത്തത് രാഷ്ട്രീയ പകപോക്കലാണെന്നും അദ്ദേഹം ആരോപിച്ചു. പോലീസിന്റെ ഏകപക്ഷീയമായ നിലപാടിനെതിരെ ശക്തമായ നിയമ പോരാട്ടത്തിലാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത്. വ്യാജ കേസുകൾ ചമയ്ക്കുകയും അധികാര ദുർവിനിയോഗം നടത്തുകയും ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അതോറിറ്റിക്ക് ഔദ്യോഗികമായി പരാതി നൽകും. നിരപരാധികളായ പ്രവർത്തകർക്കെതിരെ ചുമത്തിയ വധശ്രമ കേസ് റദ്ദാക്കാനും പോലീസിന്റെ നഗ്നമായ നിയമലംഘനങ്ങൾ ചോദ്യം ചെയ്യാനും ഹൈക്കോടതിയിൽ ഹർജി നൽകും. മന്ത്രി വീണ ജോർജിന്റെ ഗൺമാൻ പരസ്യമായി നടത്തിയ അതിക്രമങ്ങളിൽ ഇതുവരെ നടപടിയെടുക്കാത്തത് ഭരണകൂടം കുറ്റവാളികൾക്ക് കൂട്ടുപിടിക്കുന്നതിന് തെളിവാണ്. ഇവർക്കെതിരെ മാതൃകാപരമായ നടപടി വേണമെന്ന ആവശ്യത്തിന് പാർട്ടി ഉറച്ചു നിൽക്കുന്നു. ആക്രമണങ്ങളെ ആക്രമണം കൊണ്ട് നേരിടുകയല്ല, മറിച്ച് നിയമത്തിന്റെ കരുത്തിൽ നേരിടുമെന്നാണ് മാർട്ടിൻ ജോർജ് വ്യക്തമാക്കിയത്. കണ്ണൂരിലെ പോലീസിനെ CPM സെല്ലുകളെ പോലെ പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കില്ലെന്നും ജനാധിപത്യപരമായ പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ നോക്കിയാൽ അത് വലിയ ജനകീയ പ്രക്ഷോഭങ്ങളിലേക്ക് നയിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. നീതി ലഭിക്കുന്നതുവരെ നിയമ പോരാട്ടം തെരുവിലേക്കും സമരങ്ങളിലേക്കും ഒരുപോലെ തുടരാനാണ് DCCയുടെ തീരുമാനം.